എന്താ ഭായ്? എൻ്റെ മോൻ അവനൊരു എഴുത്തിയാട്ടക്കാരനാണെന്ന് നിനക്കറിയാമല്ലോ. നിന്നോടുള്ള വാശി തീർക്കാൻ അവൻ ലോഡുമായിട്ട് പോയി. പോലീസ് പിടിച്ചു. അല്ല, നിന്റെ അനിയൻ പിടിച്ചു. അവൻ എന്നോടുള്ള പക തീർക്കും. എനിക്കെൻ്റെ മോനെ വേണം. ഒരു പോറലു പോലും ഏൽക്കാതെ എനിക്കെൻ്റെ മോനെ തിരിച്ചു വേണം. തരില്ലടാ നീ. തൊട്ടുപോരുന്നവനെ. എന്നോടുള്ള പക നിനക്ക് നേരിട്ട് തീർക്കാം. പുറത്ത് കിടക്കണ ലോറിയിലൂടെ എന്റേതാ. വണ്ടി ഓടിച്ചത് ഞാനാ. എവിടെ വേണമെങ്കിലും എഴുതി ഒപ്പിട്ട് തരാം. പരമശിവത്തിന് സെന്റിമെന്റ്സോ? സ്വന്തം കുടുംബത്തോടില്ലാത്ത സ്നേഹം ലോക്കൽ ക്രിമിനലിനോട്. ബാലു! നോ! സബ് ഇൻസ്പെക്ടർ ബാലു ദാമോദർ. വിട്ടുതരില്ല ഞാനവനെ. ഇല്ലാത്തതും തെളിയാത്തതുമായ സർവ്വ ചാർജ് ഇവന്റെ മേൽ കെട്ടിവെച്ച് ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കിയ FIR ആയത്. കോടതിയിൽ നിന്ന് പോലും അവനെ ആർക്കും കിട്ടില്ല. എടാ, 24 മണിക്കൂർ കൂടുതൽ നിനക്ക് അവനെ കസ്റ്റഡിയിൽ വെക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നാളെ ഇവനെ കോടതിയിൽ നിന്ന് പുഷ്പം പോലെ ഇറക്കിക്കൊണ്ടുവരും. ജോണി, നീ ധൈര്യമായിട്ടിരിക്കടാ. ഞാനല്ലേ പറയണേ. വരട്ടടാ ബാലു ദാമോദർ സാറേ. എന്താ അവർക്ക് പാതിരാത്രിയില്? നമ്മളൊക്കെ രാത്രിയിലെ യാത്രക്കാരല്ലോടാവേ. മോള് പോയി കിടന്നു, ഞങ്ങള് അല്പം സംസാരിക്കണം. ഒരു ഗോൾഡൻ ചാൻസ് ഒത്തു വന്നിട്ട് എന്നതാടാവേ എന്നെ ഒന്നും അറിയിക്കാതിരുന്നേ. ആ ഭായിയുടെ മോനെ നിങ്ങളുടെ SI പിടിച്ച് അകത്തിട്ട കാര്യം അപ്പനെ പറയുന്നേ. കൊറേ കാലമായി ആ പരമശിവന്റെ തലേ കയറി നിന്ന് ഇറങ്ങാൻ തുടങ്ങിയിട്ട്. സാറ് വിചാരിച്ച നമുക്ക് നാളത്തെ പത്രത്തിലൊരു സന്തോഷ വാർത്ത വായിക്കാം. പോലീസ് മർദ്ദനം, പ്രതി കൊല്ലപ്പെട്ടു, SIക്ക് സസ്പെൻഷൻ. പിന്നെ ആ SI ഭായി ജീവനോടെ വെച്ചേക്കൂ? ഇല്ല. SIക്ക് എന്തെങ്കിലും പറ്റിയാൽ ആ പരമശിവൻ ഭായി ജീവനോടെ വെച്ചേക്കൂ? ഇല്ല. എല്ലാം താൻ വിചാരിച്ചാലേ നടക്കൂ. പോലീസ് കസ്റ്റഡി കിടക്കുന്ന പ്രതിയെ നടക്കില്ല അവർക്ക്. നടക്കും. എടാ പൊന്നുമോനെ, ഒന്ന് പറഞ്ഞു വിടാവേ. സാർ സിറ്റി ബസ് സ്റ്റാൻഡിനടുത്ത് ഒരു 50 സെന്റ് സ്ഥലം നോക്കി വെച്ചിട്ടില്ലേ? അത് മേടിക്കണ്ടേ ഭാര്യയുടെ പേരിൽ? അതിലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ്. സാറിന്റെ സ്വപ്നല്ലേ? എന്തായാലും SI സാർ ഇപ്പോഴാണ് വീട്ടിലേക്ക് പോയത്. സാർ പറഞ്ഞതുപോലെ പോലീസുകാരെയൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് അയച്ചു. ഇയാള് അവൻ നമ്മുടെ ആളാ. SI നന്നായിട്ടൊന്ന് പെരുമാറി സാർ. ഈ പരുവത്തിൽ നീ ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഹലോ, വർക്കിച്ചനാന്നേ. എന്താ കാര്യം? ചാണ്ടിച്ചന് എന്തും നേരിടാനുള്ള മനസ്സാന്നിധ്യം ഉണ്ടായിരിക്കണം. വരാനുള്ളത് വഴി തങ്ങില്ലെന്ന് ഓർത്ത് സമാധാനിക്കണം. താൻ വളച്ചിട്ടില്ലാതെ കാര്യം പറയണോ? അയ്യോ, ചാണ്ടിയുടെ മോൻ പോലീസ് ലോക്കപ്പിൽ. ലോക്കപ്പിൽ? പരമശിവത്തിന്റെ അനിയൻ വ്യക്തി വൈരാഗ്യം കൊണ്ട് തല്ലിക്കൊന്നാന്നാ കേട്ട്. അത് ചലോ. ബായ്, ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ എന്റെ മോനെ നീ കൊണ്ടുവന്നല്ലോ. ബായ്,
ഗേറ്റ് തുറക്കടാ. കളിക്കുന്ന പോലീസിനെടുത്താണോ കളി? ഏറ്റെടുക്കടാ, ഏറ്റെടുക്കാൻ. തുറക്കാം, തുറക്കാം, പന്നം. ബായുടെ മോനെ കൊന്ന അതെന്റെ അനിയന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് നീ രക്ഷപ്പെടാന്ന് വിചാരിച്ചോടാ? ചിന്നാടന്മാർക്ക് വേണ്ടി ഇനി ഒരാളെ കൊല്ലാൻ നീ ഉണ്ടാവരുത്. എന്താടാ? നമ്മുടെ ബാലുനെ ആർക്കോ ചേർന്ന് വീട്ടിൽ നിന്ന് പിടിച്ചോണ്ടു. അമ്മയും പെങ്ങള് പേടിച്ചിരിക്ക അവിടെ. അച്ഛയാ വിടരുതവനെ. നീ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ടല്ല എന്റെ മോനെ കൊന്നത്. നീയും അങ്ങനെ തന്നെ ചാവണം. ബായ് ബായ് ബായ്. ബായ്, ബാലുവിനെ കാണാനില്ല. എനിക്കറിയാം ബായി അറിയാതെ അവനൊന്നും സംഭവിക്കില്ലെന്ന്. എന്റെ അനിയനോട് പക തീർക്കരുത്. അവനല്ല ബായി. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഓ ഓ എന്റെ മുമ്പിൽ ബായ്, ഇവിടുന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞത്. അവൻ ബായുടെ അടുത്തില്ലാന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? നിന്റെ ഭായി എന്ന് പറഞ്ഞാൽ എന്റെയും ഭായി അല്ലടാ. ഞാൻ അവനെ ഉപദ്രവിക്കൂ? കഴിയോ എനിക്കതിന്? ഇല്ല. ശിവൻ പോ. ബാലു, ബാലു എടാ.